വലിയ പർവ്വതമാണ് ഉഹദ് പർവ്വതം എന്ന് പറയുന്നത്. അപ്പോൾ 8 കിലോമീറ്റർ നീളം, അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ 2-2.5 കിലോമീറ്റർ വീതിയുണ്ട്. 2.5 കിലോമീറ്റർ വീതി എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം വലുപ്പമുണ്ടാവും ഈ പർവ്വതം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പർവ്വതത്തിൻ്റെ അസാമാന്യമായ വലുപ്പം നിമിത്തമാണ് പലപ്പോഴും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ റസൂൽ പറയുമ്പോഴേ ഉഹദ് മലയോളം എന്നിങ്ങനെ ഹദീസുകളിലൊക്കെ നിങ്ങൾ അങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഉഹദ് മലയോളം, ഉഹദ് മലയുടെ അത്ര എന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ജനാസയെ പിന്തുടരുകയും ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ആ മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ഉഹദ് മലയുടെ അത്രയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. മയ്യത്ത് നമസ്കാരങ്ങളൊക്കെ നമുക്ക് അറബിലൊക്കെ ധാരാളം മയ്യത്ത് നമസ്കാരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ആ മയ്യത്ത് നമസ്കാരങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത് എന്ന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹദീസ് പ്രത്യേകം സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ ഉഹദ് മലയോളം എന്നിങ്ങനെ പ്രവാചകൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മദീനയിലുള്ള പർവ്വതങ്ങളിൽ ഏറ്റവും വലിയ പർവ്വതമാണ് ഈ പർവ്വതം എന്നത് കാരണത്താലാണ് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഈ പർവ്വതത്തിന്റെ ഉഹദ് മലയുടെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ നബിയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇത് വേണ്ട കേട്ടോ, അങ്ങനെ പ്രശ്നമാണെങ്കിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കൂടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഈ പർവ്വതം പ്രവാചകൻ്റെ കാൽ കീഴിൽ കടന്നിട്ട് ഇങ്ങനെ വറക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നബിയുടെ കാൽ കീഴിൽ കടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയ സന്തോഷം കാരണത്താൽ ഉഹദ് പർവ്വതം നബിയുടെ കാൽ കീഴിൽ കടന്ന് ഇങ്ങനെ വറച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഉഹദിനോട് പറയുന്നുണ്ട്, ഉഹദേ അടങ്ങി നിൽക്കുക, നിന്റെ മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണ് നിന്റെ മുകളിലുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒന്ന് പ്രവാചകൻ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 രക്തസാക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതിനും കൂടി കൂടുണ്ട്. അപ്പോൾ അവരൊക്കെ ഭാവിയിൽ രക്തസാക്ഷികളാകാനിരിക്കുന്നവരാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പോൾ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പം നബിയുടെ വാക്ക് കേട്ട മാത്രയിൽ ഉഹദ് ഇളക്കമൊക്കെ മാറ്റി അച്ചടക്കത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ കീഴിൽ നിന്നു എന്നൊക്കെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശരീരസ്പർശമേറ്റ് സന്തോഷത്താൽ ഇളകി മറിഞ്ഞ പർവ്വതമാണ് ഉഹദ് പർവ്വതം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ നോക്കി അടക്കം മനുഷ്യന്മാർ കയറി നിൽക്കുന്നുണ്ട്. പല ആളുകളും അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെ കയറി അതിൻ്റെ മുകളിലൊക്കെ എത്താറുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയ നബിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന പർവ്വതമാണ് ഉഹദ് പർവ്വതം. ഉഹദ് പർവ്വതം സ്വർഗത്തിലെ പർവ്വതമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാവുന്ന അത്രയും റസൂൽ പറഞ്ഞിട്ടുണ്ട്. ജബലൻ മിൻ ജിബാലിൽ ജന്ന എന്നാണ്, സ്വർഗത്തിലെ പർവ്വതങ്ങളിൽ ഒരു പർവ്വതമാണ് ഉഹദ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉഹദൻ ജബലൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, നമ്മെ സ്നേഹിക്കുന്ന പർവ്വതമാണ് ഉഹദ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന പർവ്വതം, ഈ പർവ്വതത്തെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, ഈ പർവ്വതം നമ്മളെയും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉഹദ് പർവ്വതമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഈ ആളുകളൊക്കെ കയറി നിൽക്കുന്ന കുന്ന്, ഈ കുന്നിൻ്റെ പേരാണ് ജബലുർ റുമാത്ത്. ജബലുർ റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്തുകാരുടെ കുന്ന് എന്നാണ് അർത്ഥം. അതിന് മുകളിലൊക്കെ ആർക്കും കയറാമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവും കേട്ടോ, 10 റിയാൽ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഉഹദ് യുദ്ധത്തിൽ 50 സഹാബാക്കളെ, അമ്പെയ്ത്തുകാരായ വില്ലാളികളായ 50 സഹാബാക്കളെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുന്നിൻ്റെ മുകളിലാണ് നിർത്തിയിരുന്നത്. അപ്പോൾ റസൂൽ പ്രത്യേകം അവരോട് പറഞ്ഞിരുന്നു, രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല, നിങ്ങളെ എൻ്റെ അനുമതി കിട്ടുന്നത് വരെ ഈ കുന്നിൻ്റെ മുകളിലാണ് നിൽക്കേണ്ടതെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പന ലംഘിക്കപ്പെടുകയും ഈ കുന്നിൻ്റെ മുകളിൽ നിർത്തിയ സഹാബാക്കളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത്, നിർണായകമായ സമയത്ത് ഈ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അതുകൊണ്ടാണ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയത്. അപ്പം മുസ്ലിങ്ങൾ പരാജയപ്പെട്ട യുദ്ധമാണ് ഏത്? ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ന് ബദർ നടന്നു. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ഐതിഹാസികമായി മുസ്ലിങ്ങൾ വിജയിച്ചു. ഈ ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ബദറിൽ ശത്രുക്കൾക്ക് ഏറ്റ കനത്ത പരാജയമുണ്ട്. ഈ പരാജയത്തിന് മദീനയോട് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അബൂ സുഫിയാൻ 3000 ആളുകളുമായിട്ട്
ബദറിലെ പരാജയത്തിന് മദീനയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് 3000 ആളുകളുമായിട്ട് അബൂ സുഫിയാൻ മക്കയുടെ ഭാഗത്ത് നിന്ന്, മക്ക അവിടെയാണ് കിടക്കുന്നതെങ്കിലും മക്കയിൽ നിന്ന് ഖുറൈശികൾ വരുന്ന വഴി അതാണ് കേട്ടോ. അങ്ങനെ 3000-ഓളം വരുന്ന സൈന്യവുമായി ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 6-ാം തീയതി ഒരു വെള്ളിയാഴ്ച അബൂ സുഫിയാനും സൈന്യവുമെല്ലാം ആ ഒരു ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയുണ്ടല്ലോ അവിടെ മുറ്റല്ലേ, ആ ഭാഗം മുഴുവനായി ഖുറൈശി സൈന്യം 3000-ഓളം വരുന്ന ഖുറൈശികൾ അവിടെ വന്ന് നിൽക്കുകയുണ്ടായി. അപ്പോൾ ഈ വിവരം ആരറിഞ്ഞു? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കിടക്കുന്ന അവിടെയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് വിവരം അറിഞ്ഞു. ഖുറൈശികളെല്ലാവരും കൂടി 3000 ആളുകളുമായിട്ട് ഉഹദ് ആ താഴ്വരയിൽ വന്ന് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ഓളം ആളുകളെ സംഘടിപ്പിച്ചു. 1000 സഹാബാക്കളെ, കിട്ടാവുന്ന അത്രയും സഹാബാക്കളാണ്. ഈ 1000-ഓളം സഹാബാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് ശവ്വാൽ 6-ാം തീയതി വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് 1000 സഹാബാക്കളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെട്ടു. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാർഗമധ്യം 300 ആൾക്കാർ മടങ്ങിപ്പോയി എന്ന് കേട്ടിട്ടില്ലേ? അവരാണ് നമ്മൾ കപട വിശ്വാസികൾ എന്ന് പറയുക. അപ്പോൾ മാർഗമധ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രാത്രിയിൽ 300-ഓളം വരുന്ന കപട വിശ്വാസികൾ പിന്തിരിഞ്ഞു പോയി. പിന്നെ ബാക്കി എത്ര ആളുകളുണ്ട്? 700 ആൾക്കാരുണ്ട്. ഈ 700 ആൾക്കാരുമായി ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ, അപ്പോഴേക്ക് നേരം വെളുത്തുക്കണം, ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 700 സഹാബാക്കളും ഉഹദ് താഴ്വരയിൽ അവർ വന്നു നിന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു താഴ്വരയിലാണ്. ഈ ഭാഗം മുഴുവനായിട്ട് 700 സഹാബാക്കളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇവിടെ നിൽക്കുന്നു. 3000-ഓളം വരുന്ന ഖുറൈശി സൈന്യം അവിടെ നിൽക്കുന്നു. മുഖാമുഖമാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി യുദ്ധം ഈ താഴ്വരയിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 50 സഹാബാക്കളെ പ്രവാചകൻ വേർതിരിച്ചെടുക്കുകയും 50 സഹാബാക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിന് മുകളിൽ കയറ്റി നിർത്തുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ ജുബൈർ എന്ന് പറയുന്ന സഹാബിൻ്റെ നേതൃത്വത്തിലാണ്. ഈ 50 സഹാബാക്കളെ പ്രവാചകൻ അവിടെ നിർത്തിയപ്പോൾ അവിടെ നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശത്രുക്കൾ ആ ഭാഗത്താണല്ലോ, അവർ 3000 ആൾക്കാരുണ്ട്. അപ്പോൾ യുദ്ധം ഇവിടെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു പക്ഷേ സാധ്യതയാണ് ശത്രുക്കൾ ഈ കുന്നിങ്ങനെ ചുറ്റിയാൽ മുസ്ലിങ്ങളെ നേരെ പിന്നിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പിന്നിലൂടെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് പിന്നിലൂടെ വരാമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ അറിയാതെ ആ കുന്ന് ചുറ്റിയാലും മുസ്ലിങ്ങളെ പിന്നിലേക്ക് വന്ന് ആക്രമിക്കാൻ പറ്റും. അങ്ങനെ പിന്നിലൂടെ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ റസൂല് ശത്രുക്കൾ ആ കുന്നു ചുറ്റി മുസ്ലിങ്ങളുടെ പിന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂല് 50 സഹാബാക്കളെ പ്രവാചകൻ അവിടെ പ്രത്യേകം നിർത്തി, അമ്പെയ്ത്തുകാരൻ. എന്നിട്ട് പ്രവാചകൻ അമ്പും വില്ലൊക്കെ തയ്യാറാക്കിയിട്ട് ശത്രുക്കൾക്ക് അഭിമുഖമായിട്ടാണ് അവരെ വിന്യസിപ്പിച്ചത്. എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണം, ശത്രുക്കളെ നിങ്ങൾ നിരീക്ഷിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശത്രുക്കൾ ഈ കുന്നു ചുറ്റി ഞങ്ങളുടെ പിന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും അവർക്കെതിരെ ഒന്നിച്ച് അമ്പെയ്യണം. അങ്ങനെ തുരുതുരെ അമ്പെയ്ത്ത് നടത്തിയിട്ട് ശത്രുക്കളെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ മടക്കണം. ഒരു കാരണവശാലും അതിൻ്റെ പിന്നിലൂടെ ഞങ്ങളുടെ പിന്നിലേക്ക് ശത്രുക്കളെ പറഞ്ഞയക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ കൽപ്പന കിട്ടാതെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ഇവിടെ എന്ത് നടക്കുന്നത് കണ്ടാലും എത്രത്തോളം റസൂൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ പരാജയപ്പെടുന്നു, ശത്രുക്കൾ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറി ഛിന്ന ഭിന്നമാക്കുന്നു. ആ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് കഴുകന്മാർ പറന്നിറങ്ങുന്നു. ആ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുത്ത് ഉയർന്നു പറക്കുന്നത് നിങ്ങൾ കാണാനിടവന്നാൽ പോലും ആ കുന്നിൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ആകാശം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും അവിടുന്ന് താഴേക്ക് ഇറങ്ങരുതാണ് അപ്പറഞ്ഞതിനർത്ഥം. എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിലെ രണഭൂമിയിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് അതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ 50 ആൾക്കാർ റസൂൽ അവിടെ പ്രത്യേകം നിർത്തിയത്. പിന്നെ ബാക്കി എത്ര ആൾക്കാരുണ്ടാവും? 650 സഹാബാക്കൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 650 സഹാബാക്കളും ഇവിടെ നിൽക്കുന്നു. 3000 വരുന്ന ഖുറൈശികൾ അവിടെ. അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ ആക്രമണം, യുദ്ധം തുടങ്ങി. മുസ്ലിം സൈന്യം ഈ 650 ആൾക്കാർ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇടിച്ചിറങ്ങി. ശത്രുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം. ഈ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ വിജയികളായി തീർന്നു. മുസ്ലിങ്ങൾ വിജയിച്ചു. ഈ 650ഓളം വരുന്ന മുസ്ലിം സൈന്യം 3000ഓളം വരുന്ന ഖുറൈശികളെ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെട്ട ഖുറൈശി സൈന്യം മുഴുവനും രണഭൂമി വിട്ട് അവരെല്ലാം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? അവിടെ നിർത്തിയ സഹാബാക്കൾ. അവരത് കാണും. യുദ്ധത്തിൻ്റെ ഏറ്റവും നല്ല ദൃക്സാക്ഷികൾ അവരാണ് കേട്ടോ. അവരാണ് ഉഹദ് യുദ്ധം ഏറ്റവും നന്നായി കണ്ട ആൾക്കാർ.
അപ്പോൾ ആ 50 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ശത്രുക്കൾ അതാ പിന്തിരിഞ്ഞോടുന്നു. ഈ ഘട്ടത്തിൽ ശത്രുക്കൾ രണഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ സമ്പത്ത്, ഈ സമ്പത്തിനാണ് എന്ത് പറയാ, ഗനീമത്ത് സ്വത്ത്. ഈ സമ്പത്ത് രണഭൂമിയിലാകെ ചെതറിക്കിടക്കാൻ സ്വാഭാവികമായും വിജയികളായ മുസ്ലിം പട്ടാളക്കാർ ഈ സമ്പത്തെല്ലാം വാരിക്കൂട്ടാൻ. ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? അവിടെ നിർത്തിയവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുക്കൾ അതാ പിന്തിരിഞ്ഞോടുന്നു, ഇനി ഒരിക്കലും അവർ മടങ്ങി വരാൻ സാധ്യതയില്ല, യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് തോന്നുകയാണ് യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു, എല്ലാവരും ഗനീമത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഇനി വെറുതെ ഇവിടെ നിന്ന് സമയം കളയേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ അവർക്ക് തോന്നുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർത്തിയ സഹാബാക്കൾ ഭൂരിഭാഗവും രണഭൂമിയിലേക്ക് ഓടിയിറങ്ങുകയും അവരും ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിൽ പങ്കാളികളായി തീരുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാലേ അത് വളരെ നല്ല ഒരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ കരുതിയതെന്ന് വെച്ചാൽ എന്തിനാ വെറുതെ സമയം കളയുന്നത്, നമുക്ക് പരമാവധി ഗനീമത്ത് ശേഖരിച്ചൂടെ, വെറുതെ ഇവിടെ നിന്ന് നിൽക്കേണ്ട, ഇനി ആവശ്യമൊന്നുമില്ല, അപ്പം നബിയുടെ അനുമതിക്കൊന്നും ഇനി കാത്തു നിൽക്കേണ്ട എന്ന് തോന്നിയിട്ട് അവർ ആ കുന്നിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് അവരും ഗനീമത്ത് വാരിക്കൂട്ടുന്നതിൽ മറ്റുള്ളവരെ പോലെ പങ്കാളികളായി തീർന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ശത്രുസേന, ആ ശത്രുസേനയുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന, എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഒരുപാട് യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ചരിത്രം കണ്ട ഏറ്റവും പ്രതിപാദനനായ സൈന്യാധിപൻ മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ ഖാലിദ് റളിയല്ലാഹുവിനെ കുറിച്ച്? ഖാലിദ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അന്ന് അബൂ സുഫിയാന്റെ സൈന്യത്തിന്റെ പടനായകനാണ് ഖാലിദ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കെ തന്ത്രശാലിയായ ഖാലിദ് ദൂരെ നിന്ന് ഈ കുന്നിലേക്ക് ഖാലിദ് നോക്കി. അപ്പൊ ഖാലിദ് കണ്ട കാഴ്ച, ഈ കുന്നിൽ നിന്ന് ആൾക്കാരൊക്കെ താഴേക്ക് ഇറങ്ങുക. അത് മതി ഖാലിദിന്. ആ ഒരു പഴുതിലൂടെ സൈന്യത്തെ വിജയത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന് അറിയാം. അതാണ് അദ്ദേഹത്തിന്റെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു ആ കാഴ്ച കണ്ടതോടുകൂടി ഖാലിദ് റളിയല്ലാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂടെയുള്ള 200ഓളം വരുന്ന കുതിര സൈന്യത്തെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ആ കുതിരപ്പടയുമായി നേരെ ആ കുന്നിന്റെ പിന്നിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്ലാമിക സൈന്യത്തിന്റെ പിന്നിലേക്കാണ് കടന്നു വന്നതാണ്. ഇത് മുസ്ലിങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരെ ഗനീമത്ത് ഇങ്ങനെ നിർഭയമായി വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അടുത്ത ആക്രമണം. ഇവിടെ നിന്നിട്ട് ആക്രമണം വന്നപ്പോൾ മുസ്ലിങ്ങളാകെ ഞെട്ടിപ്പോയി. അവർ തിരിഞ്ഞു നോക്കുമ്പം പിന്നിലതാ ശത്രുക്കൾ വന്ന് നിൽക്കുന്നു. ഇതോടുകൂടി മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? കയ്യിലുള്ള ഗനീമത്ത് സ്വത്ത് വലിച്ചെറിഞ്ഞ് കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം തപ്പിപ്പിടിച്ചെടുത്ത് ഇസ്ലാമിക സൈന്യം, അതുവരെ അങ്ങോട്ട് പടവെട്ടിയിരുന്ന മുസ്ലിം സൈന്യം മുഴുവനും എല്ലാവരും തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് പടവെട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞോടുന്ന ബാക്കിയുള്ള ഖുറൈശികൾ, അവരെത്ര ആൾക്കാരുണ്ട്? 3000 ആൾക്കാരുണ്ട്. അതിൽ 200 ആൾക്കാർ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അബൂ സുഫിയാൻ അതിനേക്കാൾ വലിയ തന്ത്രജ്ഞനാണ്. അബൂ സുഫിയാനൊക്കെ കുറേ ഓടി. അബൂ സുഫിയാൻ ഓട്ടമൊക്കെ നിർത്തി അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം അബൂ സുഫിയാൻ കാണുന്ന കാഴ്ച മുസ്ലിമീങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതല്ല, മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അബൂ സുഫിയാൻ കണ്ടത്. ഇതോടുകൂടി അബൂ സുഫിയാനും ഓട്ടം നിർത്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യത്തെ എല്ലാം ക്രമീകരിച്ചു. എന്നിട്ട് വീണ്ടും രണഭൂമിയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ നോക്കിയാണ്, രണ്ട് ഭാഗത്തു നിന്നാണ്. ഇത് സംഭവിക്കാതിരിക്കാനാണ് 50 ആൾക്കാർ റസൂൽ അവിടെ നിർത്തിയത്. അപ്പോൾ ഇവിടെ ഖാലിദും സംഘവും അവിടെ അബൂ സുഫിയാനും സംഘവും ഈ രണ്ട് സൈന്യത്തിൻ്റെയും കനത്ത ആക്രമണത്തിൽ ഇസ്ലാമിക സൈന്യം ചെതറി ഛിന്ന ഭിന്നമായി പോയി എന്നാണ്. കനത്ത ആക്രമണമാണ്. മുസ്ലിം സൈന്യം പൊട്ടിച്ചെതറിപ്പോയി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഇസ്ലാമിക സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹാബാക്കൾ രക്തസാക്ഷികളായി. മൊത്തം 70 സഹാബാക്കൾ വധിക്കപ്പെട്ടു. എന്തിനധികം മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാരമായ പരിക്ക് പറ്റി അള്ളാഹിന്റെ റസൂലിന്. ഒരു ഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ശത്രുക്കളുടെ ഇടയിൽ അകപ്പെടാറില്ല, കാരണം അകപ്പെടുത്താറില്ല സഹാബാക്കൾ ഒരു സംരക്ഷണ വലയവുമായി പ്രവാചകന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ സംരക്ഷണ ഭിത്തി പൊട്ടിപ്പോയി, തകർന്നുപോയി. ആ ഒരു ഘട്ടത്തിൽ അള്ളാഹിന്റെ റസൂൽ ശത്രുക്കളുടെ ഇടയിൽ അകപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിലാണ് ശത്രുക്കൾ നബിനെ വധിക്കാൻ നബിന്റെ സമീപത്തേക്ക് ഓടിയെടുക്കുന്നത്. അങ്ങനെയാണ് അബ്ദുല്ലാഹിബ്നു ഖമിയ എന്ന് പറയുന്ന ഒരാൾ പടവാളുമായി നബിയുടെ പിന്നിലൂടെ പാഞ്ഞു വന്നിട്ട് നബിന്റെ ചുമലിൽ തന്റെ വാളുകൊണ്ട് ആഞ്ഞു വെട്ടിക്കളഞ്ഞതാണ്. പ്രവാചകന്റെ ചുമലിൽ വളരെ ആഴത്തിലുള്ള ഒരു വെട്ടുപ്രവാചകന്റെ ചുമലിലേറ്റു. റസൂല് കാണുന്നത് ശത്രുക്കൾ തന്നെ വളഞ്ഞു നിൽക്കുന്നതാണ്. ഒരു ഖുറൈശി ഒരു വലിയ കല്ലെടുത്തിട്ട് റസൂലിന്റെ നേരെ ഒരു കല്ലുകൊണ്ട് എറിയുന്നുണ്ട്. വലിയൊരു കല്ലുകൊണ്ട് എറിഞ്ഞു. ഈ കല്ല് നബിന്റെ മുഖം തകർത്തിട്ട് റസൂലിന്റെ വലതുഭാഗത്തെ അണപ്പല്ല് തെറിച്ചു പോവുകയുണ്ടായി. പിന്നെ ചുണ്ടും മുഖമൊക്കെ തകർന്ന് ഇവിടെയുള്ള വലതുഭാഗത്തെ താഴെ നിരയിലെ അണപ്പല്ല്
പൊട്ടിത്തെറിച്ചു പോയി. നബിക്ക് ഒരു അണപ്പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അണപ്പല്ല് ശത്രുക്കൾ എറിഞ്ഞ കല്ലേറിലാണ് ഈ അണപ്പല്ല് നഷ്ടപ്പെടുന്നത്. റസൂല് കാണുന്നു ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തരും നബിക്ക് നേരെ അമ്പ ചെയ്യുന്നുണ്ട്, പലരും പല ഭാഗത്തു നിന്ന്. അതിൽ ഒരമ്പ് നബിയുടെ വിശുദ്ധമായ കവിളിലേക്ക് ഒരമ്പ് വന്ന് തറച്ച് കയറിയെന്നാണ്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരണം തന്നെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടും അള്ളാഹിന്റെ റസൂല് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാൻ. ഈ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ശത്രുക്കൾ ഒരുക്കിയ വലിയ ഒരു ചതിക്കുഴി എന്ന് പറഞ്ഞാല് ഉള്ളിൽ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് മുകൾ ഭാഗം മൂടിയിടുക, അങ്ങനെ ചതിക്കുഴി. ഇങ്ങനെയുള്ള ചില ചതിക്കുഴികൾ ഇവിടെ അവരുണ്ടാക്കി വെച്ചു. അവർ വലിയ തന്ത്രജ്ഞന്മാരാണ്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം രാത്രി വെള്ളിയാഴ്ച അബൂ ആമിർ എന്ന് പറയുന്ന ഒരു ശത്രു വലിയ വാരിക്കുഴികൾ പലയിടത്തും ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് മുകൾ ഭാഗം വളരെ നൈസായിട്ട് ഇങ്ങനെ മൂടിയിടും. അത് അവർക്കറിയാം ഈ ഇന്ന പോയിന്റിൽ വലിയ കുഴികളുണ്ട്. അപ്പൊ ഈ അബൂ ആമിർ കുഴി ഉണ്ടാക്കിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞിരുന്നു, ഞാൻ ഈ കുഴി ഉണ്ടാക്കുന്നത് മുഹമ്മദിനെ വീഴ്ത്താനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ മുഹമ്മദിനെ ഞാൻ വീഴ്ത്തുക തന്നെ ചെയ്യും. അവരവിടെ വീഴ്ത്തി. അതാണ് അവരുടെ തന്ത്രം. അവർ തന്ത്രപരമായി പ്രവാചകൻ ആ കുഴിയുടെ ഭാഗത്തേക്ക് അടുപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കൾ ഒരുക്കിയ ഈ വാരിക്കുഴിയിലേക്ക് റസൂല് വീണുപോയി എന്നാണ്. ആ വീഴ്ചയിൽ നബിയുടെ കാൽമുട്ട് അതിന്റെ ഭിത്തിയിൽ ചെന്നിടിക്കുകയും റസൂലിന്റെ കാൽമുട്ട് പൊട്ടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി പോവുകയും ചെയ്തു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് അള്ളാഹിന്റെ റസൂൽ ആ കുഴിയിലേക്ക് മറിഞ്ഞു വീണപ്പം ശത്രുക്കൾ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഹമ്മദ് വധിക്കപ്പെട്ടു, കുത്തില മുഹമ്മദുൻ, മുഹമ്മദ് ഇതാ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് രണഭൂമിയിലൂടെ മുഴുവനും അവര് പരക്കം പായാൻ തുടങ്ങി. അപ്പൊ ഇതുകൂടി ആര് കേൾക്കുന്നുണ്ട്? മുസ്ലിങ്ങൾ കേൾക്കാൻ. നബിയും വധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ഇസ്ലാമിന്റെ പരാജയം സമ്പൂർണ്ണമായി തീർന്നു. വിശദീകരിക്കേണ്ടതില്ല, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിലാണ് അള്ളാഹിന്റെ റസൂല് ഈ ശത്രുക്കളുടെ ഇടയിൽ, ഈ മരണക്കെണിയിൽ പ്രവാചകൻ അകപ്പെട്ടു പോയ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ശത്രുക്കൾ തീർത്ത ഈ മരണവൃത്തത്തിൽ നിന്ന് നബിയെ രക്ഷിച്ചെടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരു അൻസാരി വനിതയാണ്. ആ വനിതയുടെ പേരാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. കേട്ടുകണോ? ഉമ്മമ്മാറ എന്ന് പറഞ്ഞ സഹാബി വനിതയുടെ പേര്. ഉമ്മമ്മാറ റളിയല്ലാഹു അൻഹ എന്തിനാ ഇപ്പോൾ വന്നത്? അവർ വന്നെന്തിനാന്ന് ചോദിച്ചാൽ പരിക്കേറ്റ് വീഴുന്ന മുസ്ലിങ്ങൾക്ക് വെള്ളം കൊടുക്കാനാണ്. അതൊരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. പരിക്കേറ്റ് വീഴുന്ന മുസ്ലിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളപാത്രവുമായി ഉമ്മു അമ്മാറ രണഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. നബി ശത്രുക്കളുടെ ഇടയിൽ ശത്രുവലയത്തിൽ പ്രവാചകൻ നിൽക്കുന്ന രംഗം. ഈ രംഗം ഉമ്മമാറിന് കണ്ടതോടുകൂടി ഒരു പെണ്ണാണ് ഞാൻ എന്ന കാര്യം ഉമ്മമാറ മറന്നുപോയി. ഉമ്മമാറ ചെയ്തത് തൻ്റെ കയ്യിലുള്ള വെള്ളപാത്രം ഉമ്മു അമ്മാറ അന്തരീക്ഷത്തിലേക്കാണ് വലിച്ചെറിഞ്ഞിട്ട് ഉമ്മമാരുടെ അരക്കെട്ടിന് മുറുക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ അരക്കെട്ടിന് മുറുക്കി കൊടുത്തിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു ഭടനിൽ നിന്ന് ഉമ്മമാറ റളിയല്ലാഹു അൻഹ ആയുധം കവർന്നെടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കുതിച്ചു. എന്നിട്ട് ശത്രുക്കളെ പിളർത്തി ഉമ്മമാറ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത് ഉമ്മമാറ റളിയല്ലാഹു അൻഹയാണ്. അതെങ്ങനെയായിരിക്കും നബി ഉമ്മമാറെ സംരക്ഷിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു മനക്കണ്ണിൽ അത് കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹിന്റെ റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിലുണ്ട് ഒക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിതായിരുന്നു, ആ ഒരു ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ശത്രുക്കളുടെ ഇടയിൽ പെട്ടുപോയിരിക്കുന്നു, ഏത് ഘട്ടത്തിലും ഞാൻ വധിക്കപ്പെടാം. ഈ ഘട്ടത്തിൽ ഞാൻ കാണുന്നത് വലയത്തെ പിളർത്തിയെടുത്തിട്ട് ഒരു പടവാളുമായി ഒരു പെണ്ണ് എൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നതാണ്. റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോഴെല്ലാം ഉമ്മു അമ്മാറയെ കാണും, ഞാൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉമ്മു അമ്മാറയെ കാണും, ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ഉമ്മു അമ്മാറയെ കാണും. ചില ഘട്ടങ്ങളിൽ പരിഭ്രാന്തിയോടുകൂടി ഞാൻ പിന്നിലേക്ക് നോക്കും, എവിടേക്ക് നോക്കിയാലും. അതാ റസൂലിനെ കുറിച്ച് പറഞ്ഞ വാക്ക്, ഹദീസുകളിൽ പ്രസിദ്ധമാണ് ആ വാക്ക്. ആ ഘട്ടത്തിൽ നോക്കുന്നിടത്തെല്ലാം ഞാൻ ഉമ്മു അമ്മാറയാണ് കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഉമ്മു അമ്മാറ ആകെ ഒറ്റൊന്നേ ഉള്ളൂ. എവിടേക്ക് നോക്കിയാലും ഉമ്മു അമ്മാറയെ കാണാൻ കാരണം എന്താണ്? ആ ഉമ്മമാരെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കല്ല ചെയ്തത്. ഈ പടവാളും കെട്ടി കയ്യിലെടുത്തിട്ട് ഒരു ചിത്രശലഭം കണക്ക് നബിയുടെ ചുറ്റും പാറിപ്പറന്ന് പടവെട്ടി ശത്രുക്കൾ തീർത്ത മരണക്കെണിയെ അടിച്ചു തകർത്ത് അള്ളാഹിന്റെ റസൂലിന്റെ ജീവൻ തിരിച്ചെടുത്തത് ഉമ്മമാർ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ ഉമ്മമാരെയാണ് നബി ആ കുഴിയിലേക്കൊക്കെ വീഴുന്നത്. 13 വെട്ട് ഉമ്മമാരൊക്കെ യുദ്ധത്തിൽ കേട്ടോ. 13 വെട്ട് ഉമ്മമാരൊക്കെ യുദ്ധത്തിൽ. ഈ വെട്ടൊക്കെ ആർക്ക് കിട്ടേണ്ടതാണ്? നബിക്ക് കൊള്ളേണ്ട വെട്ടൊക്കെ സ്വന്തം ശരീരം കൊണ്ട് തടുത്തു. വലിയ ഒരു വെട്ട് വളരെ ആഴത്തിലുള്ള വെട്ടായിരുന്നു. ആ വെട്ടിന്റെ വേദന വർഷങ്ങളോളം ഉമ്മമാരെ അലട്ടിയിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. പക്ഷെ റസൂല് പിന്നെ ഉമ്മമാരെ കാണുമ്പോഴെല്ലാം, പിൽക്കാലത്ത് ഉമ്മമാരെ കണ്ടാൽ റസൂല് വിളിച്ചിട്ട് നബി സഹാബാക്കളൊക്കെ കേൾക്കെ പറയും, ഉഹുദിൽ എന്നെ സംരക്ഷിച്ച പെണ്ണാണിത്. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, ഉഹുദിൽ ഇവളാണ് എന്നെ കാത്തത്. എന്നിട്ട് നബി സഹാബാക്കളോട്, ആണുങ്ങളോട് ചോദിക്കുമായിരുന്നു, ഇവളെപ്പോലെ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുക എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് ചോദിക്കുമായിരുന്നു എന്നാണ്.
അപ്പോൾ ഉമ്മമാരുടെ ധീരത്യാഗത്തിന്റെ കഥയുണ്ട്. ഈ ഉമ്മമാരെയാണ് റസൂൽ ഈ കുഴിയിലേക്ക് വീഴുന്നത് കാണുന്നത്. അപ്പോൾ നബി അങ്ങോട്ട് വീണത് കണ്ടതോടുകൂടി ഉമ്മമാരെ പിന്നെ സഹാബാക്കളെ വിളിക്കാൻ, രക്ഷയ്ക്ക് വിളിക്കാൻ, ഉമ്മമാരെ വിളിക്കാൻ, യാ മാഷറൽ അൻസാർ, അല്ലയോ മദീനക്കാരെ, അല്ലയോ അൻസാറുകളെ, നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ പ്രവാചകൻ അപകടത്തിൽ കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു, നബിയെ സഹായിക്കാൻ മദീനക്കാരെ ഓടി വരൂ എന്ന് ഉമ്മമാർ ഉറക്കെ വിളിക്കാൻ തുടങ്ങിയതാണ്. ഈ വാക്ക് രണഭൂമിയിൽ പ്രതിധ്വനിച്ചു. ഈ വാക്കാണ് കേട്ടു സഹാബാക്കൾ പലരും. അങ്ങനെയാണ് ഉമ്മമാറയുടെ ആ വിളി കേട്ടിട്ട് സഹാബാക്കൾ പലരും ഉമ്മമാറ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വരാൻ തുടങ്ങിയത്. അങ്ങനെ 30 സഹാബാക്കൾ ഉമ്മമാരുടെ വിളി കേട്ട് രണഭൂമിയിലേക്ക് ഓടി വന്നു എന്നാണ്. എന്നിട്ട് റസൂൽ വീണ് കിടക്കുന്ന ഈ വലിയ കുഴിയുടെ ചുറ്റും 30 സഹാബാക്കൾ വട്ടത്തിൽ ഇങ്ങോട്ട് നിന്നു എന്നാണ്. എന്നിട്ട് മനുഷ്യച്ചങ്ങല തീർത്തു. എന്നിട്ട് ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടേയിരുന്നു. ഈ 30 സഹാബാക്കളിൽ ഭൂരിഭാഗം സഹാബാക്കളും രക്തസാക്ഷികളായി തീർന്നു. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു അറിയോ? അപ്പോഴേക്ക് 9 സഹാബാക്കൾ, ഇവരിങ്ങനെ വീണ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് 9 സഹാബാക്കൾ ഓടി വന്നിട്ട് ഈ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കുഴിയിൽ നിന്ന് അവിടെ ഉഹദ് മലയുടെ അടിഭാഗത്ത് ദൂരെ ഒരു ഗുഹ ഉണ്ട്. ഇന്നൊരു ഗുഹ, ഇതെങ്ങനെ പോയാൽ ഉഹദ് മലയിൽ ഒരു ഗുഹ കാണാൻ പറ്റും. ആ ഗുഹയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി ആ ഗുഹയിലാണ് പ്രവാചകനെ സംരക്ഷിക്കുന്നതെന്നാണ്. ആലോചിച്ചു നിങ്ങൾ. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എങ്ങനെയൊക്കെ അപ്പോൾ ഈ 9 ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവുക? തെറ്റത് കാണുന്ന എന്താ അറിയോ? ഈ 9 ആൾക്കാർ നബിയെ എടുത്തിട്ട് ആ ഗുഹയിൽ എത്തിച്ചപ്പോഴേക്കും 9 സഹാബാക്കളിൽ 7 സഹാബാക്കൾ മാർഗമധ്യേ രക്തസാക്ഷികളായി തീർന്നു എന്നാണ്. അവിടെ എത്തിയപ്പോൾ 2 ആൾക്കാരെ ആകണ്ടായിരുന്നുള്ളൂ. ആ 2 ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക്, ഒന്ന് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇത് ത്വൽഹ റളിയല്ലാഹു അൻഹുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബാക്കളാട്ടോ. അദ്ദേഹം സ്വർഗം കിട്ടിയത് എങ്ങനെ അറിയോ? അദ്ദേഹം നബിയെയും കൊണ്ടിട്ട് അവിടേക്ക് ഓടുകയാണ്. അങ്ങനെ 9 ആൾക്കാരുണ്ട്. അവസാനം ത്വൽഹയൊക്കെ ബാക്കിയാവാണ്. അപ്പോൾ അവിടെ റസൂൽ എത്തിയപ്പം ത്വൽഹ റളിയല്ലാഹു അൻഹു ആകെ വെട്ടേറ്റ് ത്വൽഹന്റെ ശരീരമൊക്കെ തകർന്നു നിൽക്കണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുന്നേൽക്കുമ്പം ത്വൽഹ നബിക്ക് ബദലായി നെഞ്ചി വിരിച്ച് നിൽക്കുന്ന. എന്നിട്ട് നബിയോട് പറയും, അത് വളരെ പ്രസിദ്ധമാണ് ആ വാക്കുകളൊക്കെ, നഹരീദൂന നഹരിക്ക്, നബിയെ നിങ്ങളുടെ നെഞ്ചിന് ബദലായി എൻ്റെ നെഞ്ച് ഞാൻ വിടർത്തി വെച്ചിരിക്കുന്നു. എൻ്റെ നെഞ്ചിൽ തട്ടാതെ നിങ്ങളുടെ നെഞ്ചിൽ തട്ടൂല. അതുകൊണ്ട് എൻ്റെ പിന്നിൽ നിന്നോളൂ, നിങ്ങൾക്ക് സംരക്ഷണമായി ഞാനിതാ നെഞ്ചി വിരിച്ച് നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നബീനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ എത്ര വെട്ടിയിട്ടിരിക്കുന്നു അറിയോ? 70-ലധികം വെട്ടിയിട്ടിരിക്കുന്നു. പഠിച്ചോളൂ, 70 വെട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലേറ്റാൽ എന്ത് സംഭവിക്കും? ത്വൽഹയ്ക്ക് ത്വൽഹന്റെ വിരലൊക്കെ അറ്റു തൂങ്ങിയിരുന്നു എന്നാണ്. തലന്റെ മുകളിൽ കൂടെ വെട്ടേറ്റിട്ട് ഇങ്ങനെ പടർന്നിരുന്നു എന്നാണ്. എന്നിട്ടും ത്വൽഹ ജീവനോടെ ബാക്കിയായി എന്നാണ്. എന്നിട്ട് ആ താഴ്വരയിലെത്തിയപ്പോൾ ആ ഗുഹ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗുഹയിലേക്ക് കയറാൻ വലിയ റിസ്ക്കാണ്. കുറച്ച് ഉയരത്തിലാണുള്ളത്. ആ ഗുഹയിലേക്ക് കയറാൻ കഴിയാതെ റസൂൽ പ്രയാസപ്പെട്ടു. കാൽമുട്ട് പൊട്ടിക്കണ്, കാല് പൊന്തിച്ച് വെക്കാൻ കഴിയുന്നില്ല. റസൂൽ തളർന്നപ്പം ത്വൽഹ ചെയ്തത് എന്താ അറിയോ? ത്വൽഹ നബിക്ക് വേണ്ടി ഇരുന്ന് കൊടുത്തു എന്നാ. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബി എൻ്റെ പുറത്ത് ചവിട്ടിക്കോളൂ. അങ്ങനെ റസൂല് ത്വൽഹയുടെ ചുമലിൽ ചവിട്ടിയിട്ടാണ് അള്ളാൻ റസൂൽ ആ ഗുഹയിലേക്ക് കയറിയതെന്നാണ്. അപ്പോൾ റസൂൽ അങ്ങനെ ചവിട്ടിയപ്പോൾ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ത്വൽഹക്ക് സ്വർഗം നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ സ്വർഗത്തിലെത്തുന്നത്. അപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഓടി ചെല്ലുന്നുണ്ട് നബിൻ്റെ അടുത്തേക്ക്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ അവിടെ എത്തിയപ്പം നബിൻ്റെ അടുത്തെത്തി. അപ്പോൾ നബി പറഞ്ഞു, അബൂബക്കറെ എന്നെ വിട്ടേക്കുക, എന്നെ മറന്നേക്കുക, ത്വൽഹയെ ശ്രദ്ധിച്ചോളൂ, ത്വൽഹയെ ശ്രദ്ധിച്ചോളൂ, ത്വൽഹൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ അബൂബക്കർ സിദ്ദീഖാണ് ഇത് പറയുന്നത്. ഞാൻ ത്വൽഹൻ്റെ അടുത്തേക്ക് ഓടി. ത്വൽഹ താഴ്വരയിൽ വീണ് കിടക്കുന്നത് കണ്ടു, ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഞാൻ അപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖാണ് ഇത് പറഞ്ഞു. ഞാൻ നോക്കുമ്പം ത്വൽഹയുടെ വിരലുകളൊക്കെ അറ്റു തൂങ്ങിയിരിക്കുന്നു, ആകെ വെട്ടേറ്റിരിക്കുന്നു. 70-ലധികം വെട്ടുമായിട്ട് ത്വൽഹ റളിയല്ലാഹു അവിടെ തളർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു. ത്വൽഹ പിന്നെ ജീവനോടെ ബാക്കിയായിട്ടോ. പക്ഷേ റസൂൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ നബിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങളിൽ നബി പറയുന്ന വാക്കാലോചിച്ചു നിങ്ങൾ. ത്വൽഹയെക്കുറിച്ച് പിന്നെ റസൂൽ പറയുമായിരുന്നു, മൻ അറാദ അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർള്, ഭൂമിയിലൂടെ 2 കാലിൽ ജീവനോടെ നടക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യൻദുർ ഇലാ ത്വൽഹ, നിങ്ങൾ ത്വൽഹയെ നോക്കിയാൽ മതി, ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് റസൂൽ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ത്യാഗങ്ങളൊക്കെ അവിടുന്നാണ്. ഏതായിരുന്നാലും റസൂൽ അവിടേക്കാണ് മാറി. അവിടേക്ക് നബി എത്തിയതോടുകൂടി സഹാബാക്കളെല്ലാം നബിയുടെ കൂടെ ആ മലമടക്കിലേക്ക് ചെന്നു. അങ്ങനെ നബിക്ക് സംരക്ഷണമായി അവരൊക്കെ അണിനിരന്നു. പിന്നെ നബിയെ തൊടാൻ സമ്മതിക്കൂല അവർ. നബിൻ്റെ മുറിവൊക്കെ വെച്ച് കെട്ടുകയും കാൽമുട്ട് കെട്ടുകയൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്. ഏതായിരുന്നാലും അവസാനം ശത്രുക്കളെ വിജയിച്ചു കേട്ടോ. അങ്ങനെ വിജയിച്ച് അബൂ സുഫിയാനും സൈന്യവും എല്ലാം ഒടുവിൽ വിജയഭേരി മുഴക്കി അവരെല്ലാം പിന്തിരിഞ്ഞു പോയി. അങ്ങനെ അവർ വിജയിച്ച് പിന്തിരിഞ്ഞു പോയി. കുറേ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. നബി കാൽമുട്ട് പൊട്ടിയത് കൊണ്ട് കാൽമുട്ടൊക്കെ ബാൻഡേജ് കെട്ടി, ഈ ചുമലിലൂടെയൊക്കെ വെട്ടേറ്റിട്ട് അവിടെയൊക്കെ മരുന്ന് വെച്ച് കെട്ടി, ഈ കല്ലേറിൽ അണപ്പല്ല് പോയി ചുണ്ട് ഒരു ഭാഗത്തേക്ക് അറ്റ് തൂങ്ങിയിരുന്നു എന്നാണ്. ഇവിടുന്ന് ചോര ഒഴുകുകയായിരുന്നു എന്നാണ്. ഈ ചോരയുടെ ഒഴുക്ക് നിർത്തിയത് ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി ഒരു പായയുടെ തുമ്പ് കരിച്ചിട്ട് ആ കരി നബിൻ്റെ ഉപ്പാൻ്റെ മുറിവായിൽ വെച്ച് കൊടുത്തു എന്നാണ്.
അപ്പോൾ ആ ഒഴുക്കൊക്കെ നിന്നു. അങ്ങനെ തളർന്ന അവശനായ റസൂല് ഈ രണഭൂമിയിലേക്ക് ഇസ്ലാമിൻ്റെ പ്രവാചകൻ വീണ്ടും റസൂല് മടങ്ങി വന്നു. എന്നിട്ട് ഈ രണഭൂമി റസൂൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ഒറ്റ ചോദ്യം നബി ചോദിച്ചു, അയിന അമ്മി, എവിടെ എൻ്റെ പിതൃവൻ, എവിടെ എൻ്റെ പിതൃവൻ? ആരാണ് പിതൃവൻ? ഹംസ റളിയല്ലാഹു അൻഹു. കുറേ നേരമായി ഹംസയെ കാണാനില്ല. ഇത്തരം സങ്കീർണ ഘട്ടങ്ങളിൽ നബിയുടെ കൂടെ എപ്പോഴും ഹംസ നബിയുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എൻ്റെ പിതൃവൻ എവിടെ? അയിന ഹംസ, മാ ഫഅല ഹംസ. ജീവനേക്കാൾ റസൂൽ സ്നേഹിക്കുന്ന ഇസ്ലാമിൻ്റെ സിംഹമെന്ന് റസൂൽ വിളിക്കാറുണ്ടായിരുന്ന നബിയുടെ കളിക്കൂട്ടുകാരനും നബിയുടെ എല്ലാമായ തൻ്റെ പ്രിയങ്കരനായ പിതൃവനെ കാണാനില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ഫഅല ഹംസ, നിങ്ങൾ ഹംസയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണുന്നില്ലല്ലോ അദ്ദേഹത്തെ. അങ്ങനെ റസൂൽ ഹംസ റളിയല്ലാഹുവിനെ തെരഞ്ഞു നടക്കാൻ തുടങ്ങിയതാണ്. വേറെ ആരും തിരഞ്ഞിട്ടില്ല റസൂല്. അങ്ങനെ റസൂല് നടക്കുമ്പോഴാണ് ഒരു ഭാഗത്തെ ഹംസ റളിയല്ലാഹു വീണ് കിടക്കുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. ഹംസ റളിയല്ലാഹു വധിക്കപ്പെട്ടിരുന്നു. ആരാ വധിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ആരാണ്? വൈശി എന്ന് പറയുന്ന ഒരാൾ വിഷം പുരട്ടിയ ചാട്ടുളി മറഞ്ഞു നിന്ന് ഹംസയുടെ നാഭിക്ക് നേരെ എറിഞ്ഞിട്ടാണ് ഹംസ റളിയല്ലാഹു വീഴ്ചതെന്നാണ് വൈശി പറയുന്നുണ്ട്. ആ ചാട്ടുളി ഹംസയുടെ നാഭി തുളച്ച് ശരീരത്തിന്റെ മറുഭാഗത്തേക്ക് കയറി വന്നതാണ്. പൊള്ളനെടുത്തത് കൊണ്ടു ഹംസ റളിയല്ലാഹു രണഭൂമിയിൽ വീണു. എന്നിട്ട് പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിനടുക്കൽ വന്നു നിന്നു. ബദറിന്റെ പ്രതികാരമാണ് ഉഹദ് എന്ന് പറയുന്നത്. ബദറിൽ ഹിന്ദിന്റെ പിതാവിനെയും ഹിന്ദിന്റെ സഹോദരനെയും വധിച്ചതാരാണ്? ഇസ്ലാമിന്റെ സിംഹം ഹംസയാണ്. അവരൊക്കെ കൈകാര്യം ചെയ്യും. ഉത്തുബത്തും ഷൈബത്തും ഒക്കെ കേട്ടിട്ടില്ലേ? അവരൊക്കെ ഹിന്ദിന്റെ ആളുകളാണ്. അവരൊക്കെ വധിച്ചടക്കിയത് ഹംസയാണ്. ഇതിന്റെ പ്രതികാരമാണ് പിന്നെ തീർക്കുന്നത്. അപ്പോൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കഠാരി കൊണ്ട് ഹംസ റളിയല്ലാഹുവിന്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു, മൂക്ക് ചെത്തിയെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, നാവ് പിഴുതെടുത്തു, വയറ് കീറിയിട്ട് കുടൽമാലകളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഈ കണ്ണും കാതും മൂക്കും നാവും ഒക്കെ ഒരു മാലയിൽ കോർത്തിട്ട് ആ മാല കഴുത്തിലിട്ടിട്ട് അബൂ സുഫിയാന്റെ പെണ്ണ് ഇവിടെ ആഹ്ലാദ നൃത്തം ചവിട്ടിന തുള്ളിച്ചാടി നടന്നു ഇതിലൂടെ. എന്നിട്ടും അരിശം തീരുന്നില്ല. അവർ ചെയ്തെന്താന്ന് ചോദിച്ചാൽ റസൂലിന്റെ പിതൃവന്റെ മാറി വളർത്തി അതിനുള്ളിൽ നിന്ന് കരൾ പുറത്തെടുത്തിട്ട് ആ കരൾ വായിലിട്ട് കടിച്ച് ചവച്ച് കാർക്കിച്ച് തുപ്പിക്കളഞ്ഞു എന്നാണ്. അപ്പോഴവരുടെ പ്രതികാരം അടങ്ങിയതെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത്. ജീവനിൽ പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയങ്കരനായ പിതൃവൻ കണ്ണും കാതും മൂക്കുമില്ലാതെ കുടൽമാലകൾ പറിച്ചെറിയപ്പെട്ട് കരൾ പോലും കടിച്ചു തുപ്പപ്പെട്ട് ഹംസ റളിയല്ലാഹു ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന അതിനെക്കുറിച്ച് ചരിത്രത്തിൽ കാണുന്നത്. ആ കാഴ്ച കണ്ടതോടുകൂടി റസൂലാകെ തകർന്നു പോയി പ്രവാചകൻ. നബി അവിടെ അങ്ങോട്ട് ഇരുന്നു. കുറച്ചു നേരം നബി ആ ശരീരത്തിലേക്ക് വെപ്രാളത്തോടെ അങ്ങനെ നോക്കി. എന്നിട്ട് സഹാബാക്കൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അങ്ങോട്ട് നോക്കാൻ കഴിയാതെ നബി മുഖം മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചു എന്നാണ്. വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു റസൂല്. എന്നിട്ട് ഞങ്ങൾ കാണുന്നത് നബിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നതാണ്, നബിയുടെ മുഖം നനയുന്നതാണ്, നബിയുടെ താടിരോമങ്ങൾ നനഞ്ഞു കുതിരുന്നതാണ്. റസൂൽ തേങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നതാണ്. ചെറിയ കുട്ടികളെ പോലെ റസൂൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. എത്രത്തോളം റസൂൽ കരഞ്ഞു എന്ന് ചോദിച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് റസൂൽ കരഞ്ഞ് നബിയുടെ താഴെയുള്ള മണ്ണ് നനയുവോളം കരഞ്ഞു. ഹദീസിലെ വാക്കാണത്. മണ്ണ് നനയുവോളം റസൂൽ കരഞ്ഞു. ആ വാക്കിനേക്കാൾ വേറെ വാക്കില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നത് ഹംസ റളിയല്ലാഹുവിന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി ഞങ്ങൾ എടുക്കുകയാണ് നബിന്റെ മുന്നിൽ നിന്ന്. അപ്പോൾ നബി ഇവിടുന്ന് എഴുന്നേക്കണ്ടേ? നബി എഴുന്നേക്കാൻ കൂട്ടാക്കുന്നില്ല. റസൂൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു തുണിക്കഷ്ണം കൊണ്ടുവന്നിട്ട് ഹംസയുടെ മയ്യത്ത് അതിലേക്ക് ഇങ്ങനെ വാരി കോരി ഇടുകയാണ്. അങ്ങനെ ഒക്കെ കൂടി കണ്ണും കാതും മൂക്കൊക്കെ കൂടി അതിൽ അടുക്കി വെച്ചിട്ട് ഞങ്ങൾ ഹംസയെ മറമാടാൻ വേണ്ടി ഖബറിലേക്ക് എടുക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ സഹാബാക്കൾ പറയുന്നത് നബിയുടെ കരച്ചില് ഞങ്ങളെല്ലാം കേൾക്കെ ഉറക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങിയതാണ്. അങ്ങനെ കരയാൻ പാടുണ്ടോ? എത്ര ഉച്ചത്തിൽ റസൂൽ കരഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ കരയാനൊന്നും പാടില്ല. പക്ഷെ നിയന്ത്രണ രേഖകളൊക്കെ വിട്ടുപോയി. റസൂല് തകർന്ന് റസൂല് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് റസൂല് ഹംസയെ മറമാടാൻ സമ്മതിക്കാതെ ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ റസൂൽ ഇങ്ങനെ കൈവച്ചു എന്നാ. തൻ്റെ കളിക്കൂട്ടുകാരൻ്റെ ദേഹത്ത്, ഹംസയുടെ ദേഹത്ത് കൈയിങ്ങനെ വെച്ചിട്ട് അവസാനമായി റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. തീ പറക്കുന്ന വാക്കാണ്. റസൂൽ പറഞ്ഞതാണ്, എൻ്റെ പിതൃവനോട് ഈ അക്രമം ചെയ്ത ആളുകൾ, ഇങ്ങനെ എൻ്റെ പിതൃവനെ വെട്ടിക്കൂട്ടിയ ആളുകൾ, നാളെ മക്ക ഞാൻ ജയിച്ചടക്കുന്ന ഒരു കാലം വരും. റസൂൽ പറയാം, മക്കം പത്തതിൻ്റെ അന്ന് ഈ മനുഷ്യൻ എൻ്റെ മുന്നിൽ വരും, ഇത് ചെയ്തവരെൻ്റെ മുന്നിൽ വരും. എഴുതി വെച്ചോളൂ, പടച്ചവനാണ് സത്യം, മുഹമ്മദ് ഇത് പൊറുക്കൂല. ഇതിന് പ്രതികാരം ചെയ്യാതെ മുഹമ്മദ് മരിക്കുകയില്ല. അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിട്ടാണ് ഹംസാറിന്റെ മയ്യത്തിനെ മറമാട റസൂൽ സമ്മതിച്ചതില്ല. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുന്നു, ഇത് ഞാൻ മറക്കൂലട്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ റസൂൽ ഹംസാറിന്റെ മയ്യത്ത് മറമാടിയത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മക്ക ജയിച്ചടക്കി. 5 കൊല്ലം അത്രേ വേണ്ടി വന്നുള്ളൂ. മക്കം 10 ഹിജ്റ 8-ാം വർഷം മക്ക ജയിച്ചടക്കിയ കാലത്ത് അള്ളാന്റെ റസൂല് ഈ ആളുകളൊക്കെ ഇതിൻ്റെ മുന്നിൽ വന്നു അല്ലേ. ഹിന്ദ് വന്നു, വൈശി വന്നു. ആൾക്കൂട്ടത്തിൽ വൈശി ഇങ്ങനെ പേടിയോടെ നിൽക്കുന്നത് റസൂല് കണ്ടപ്പോൾ
റസൂൽ ചോദിച്ചു, വൈശിയല്ലേ? ഞാൻ ചോദിച്ചു. മക്കയുടെ രാജകുമാരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ ജയിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു, എന്തും ചെയ്യാം റസൂലിന്. വൈശ്യയെ കണ്ടപ്പം, വൈശ്യാണോ ഇവിടെ വാന്ന് പറഞ്ഞു, ഇത് വാ. അങ്ങനെ വൈശ്യ വിളിച്ചിട്ട് ഊക്കമെഴുതുന്ന റസൂൽ ഇരുത്തിന, വൈശ്യ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരുത്തിയിട്ട് റസൂൽ ആദ്യം ചോദിച്ചത്, ഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ, എൻ്റെ പിതൃവൻ ഹംസയെ നീ എന്താണ് ചെയ്തത്? നോക്കൂ, എൻ്റെ പിതൃവൻ എന്താ ഉഹദിൽ നീ ചെയ്തതെന്ന് പറയും. വൈശി അന്ന് ഈ ചരിത്രം മൊത്തം പറയുന്നുണ്ട്, ചരിത്രത്തിൽ അങ്ങനെ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വൈശിൻ്റെ ചരിത്രം വായിച്ചാൽ വൈശി സംഭവം നബിയോട് പറയുന്ന അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിനോട് ഈ കഥ പറയണം, ഇവിടെ നടന്ന സംഭവം, ചാട്ടുളി അംസാറിൻ്റെ ശരീരം തുളഞ്ഞു കയറുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ട് വൈശി പറയാം, ഞാൻ അങ്ങനെ തല താഴ്ത്തി, എന്താണ് നബി എന്നെ ചെയ്യാൻ എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ ഞാൻ തല താഴ്ത്തി പേടിയോടെ ഈ കഥ പറഞ്ഞു. ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം സഹാബാക്കളെല്ലാം കരയുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ നബിയുടെ മുഖത്തേക്ക് ഞാൻ ഇടം കണ്ടിട്ട് നോക്കി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേങ്ങി കരയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 കൊല്ലം കഴിഞ്ഞിട്ടും ഈ വേർപാടിൻ്റെ വേദന നബിയുടെ ഹൃദയം വിട്ടു പോയിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വിലോലമായ ഓർമ്മകളിൽ മുങ്ങി നിവർന്ന് റസൂല് കരയാൻ തുടങ്ങി മക്കമത്തിന് അന്നാണ്. അവൻ നബീൻ്റെ കണ്ണീരിങ്ങോട്ട് അധികരിച്ച് തേങ്ങി റസൂല് കരയുന്നത് കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തൊട്ടടുത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആകെ നിയന്ത്രണം വിട്ടുപോയി. ഒരു പരിധി വിട്ടാൽ ഉമർ പിന്നെ എല്ലാ പിടുത്തം വിട്ടുപോകും. ഉമർ റളിയല്ലാഹു അൻഹു ആളുകളും നബിയൊക്കെ കൂടി കരയുന്നത് കണ്ടപ്പം ഉമറിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഉമർ വാൾ ഊരിയെന്നാണ്. ഉമർ വാൾ ഇങ്ങോട്ട് ഊരിയിട്ട് ഉമർ ജനങ്ങളിൽ നിന്നിട്ട് ജനങ്ങളോട് പറയാം, എന്നെ വിടൂ, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ ഈ മനുഷ്യനെ തലവെട്ടാൻ പോവാണ്, ഇയാളെ തലവെട്ടാണ് ഞാൻ, നബിയെ എന്നെ അനുവദിക്കൂ, ഞാൻ ഈ മനുഷ്യനെ തലവെടുക്കാൻ പോകുന്നു റസൂലെ എന്നൊക്കെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു വാൾ വീശാൻ ഒരുങ്ങിയതാണ്. അള്ളാഹുവിൻ്റെ റസൂല് വേണമെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വാക്കിന് തുല്യമായ ഒരു വാക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തൊരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. റസൂൽ ആ ഘട്ടത്തിൽ എഴുന്നേറ്റിട്ട് വാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉമറിന് റസൂല് തടുത്തു. മാറി നിൽക്കും പറയാൻ, തുടരുത് വൈശിയെന്ന റസൂല് പറഞ്ഞത്. ഉമറെ മാറി നിൽക്കും. ഉമറിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വൈശിയെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കുതായിരുന്നു, വൈശി, അള്ള നിനക്ക് പുറത്തു തരട്ടെ, അള്ള നിന്നോട് കരുണ കാണിക്കട്ടെ വൈശി, ഒരു പ്രതികാരവും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒക്കെ മാഫ് ചെയ്തിരിക്കുന്നു എല്ലാവർക്കും എന്ന് റസൂല് പറഞ്ഞില്ലേ. എന്നിട്ട് നബി വീണ്ടും കരഞ്ഞിട്ട് അവസാനമായി വൈശിയോട് റസൂല് പറഞ്ഞത്, വൈശി, ഒരപേക്ഷ മാത്രമേ ബാക്കിയുള്ളൂ, ഒരു പ്രതികാരമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വൈശി കുറച്ചൊന്ന് മാറി നിൽക്കുന്നു, കുറച്ച് മാറി നിൽക്കുമെന്ന് പറഞ്ഞു റസൂല്. എന്നിട്ട് റസൂല് പറഞ്ഞു, ഫല അറയെന്നൊക്കെ ബദലിയും, ഈ ദിവസത്തിന് ശേഷം ഇനി ഞാൻ നിന്നെ കാണരുത് കേട്ടോ, ഇനി ഞാൻ നിന്നെ കാണാനിട വരരുതേ ഈ ദിവസത്തിന് ശേഷം. അങ്ങനെ പറയാനുള്ള കാരണം, വൈശി എങ്ങനെ കാണുമ്പം റസൂൽ ആരെ ഓർമ്മ വരും? അത് വൈശിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. വൈശിയെ കണ്ട നബിക്ക് ഹംസ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരാൻ തുടങ്ങും, നബിക്ക് അരിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നീ വരരുത് കേട്ടോ എന്ന് റസൂല് പറഞ്ഞു. വൈശി പിന്നെ റസൂല് മരിക്കുന്നവരെ നിന്റെ മുന്നിൽ വന്നിട്ടില്ല കേട്ടോ. വൈശി ഇങ്ങനെ മാറി നിന്ന ചരിത്ര കാക്കങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ആ മഹാരക്തസാക്ഷ്യവും ഒക്കെ നടന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്? ഒറ്റ കാരണമേ ഉള്ളൂ, നേതൃത്വത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, അമീറിൻ്റെ വാക്കുകൾ കേൾക്കണം എന്നുള്ളതാട്ടോ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജും എന്നല്ല ഉഹദ് പഠിപ്പിക്കുന്നത് അച്ചടക്കമുള്ള സമൂഹമായി മാറുക, അമീറിൻ്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണേ എന്നതേ ഉള്ളൂ. ആ പാഠം നിങ്ങൾ ഉൾക്കൊള്ളണം. ഏതായിരുന്നാലും ഇവിടെ രക്തസാക്ഷികളായ 70 സഹാബാക്കളും പ്രിയപ്പെട്ടവരെ ആ മതിൽക്കെട്ടിനകത്താണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് അവർക്ക് സലാം പറയും, അവർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, എങ്ങനെയാണ് ഖബറുകൾ ഉള്ളതെന്ന് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചെന്നാൽ ഇവിടെ ഈ ആളുകൾ കൂടി തന്നെ ഈ ഭാഗത്ത് നമ്മൾ 2 കബറ് കാണും. ഇവിടെ 2 കബറിന് ഉള്ളിൽ കാണും. ആ 2 കബറിൽ ഒരു കബറ് കുറച്ച് വീതി കൂടുതലുള്ളതും മറ്റേത് കുറച്ച് വീതി കുറവുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കബറിൽ 2 ആൾക്കാർ, ഒരു കബറിൽ ഒരാൾ, അങ്ങനെ 3 ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അതാരൊക്കെയാണ്? ബാക്കി 67 ആൾക്കാർ അപ്പുറത്ത് ആ മതിൽക്കെട്ടിൻ്റെ അവിടെ തന്നെ വലിയ ഒരു കബറിനകത്ത് ബാക്കി 67 ആൾക്കാർ ഒന്നിച്ച് മറമടിക്കണം. അപ്പോൾ 67 ആൾക്കാർ ഒന്നിച്ചും 3 ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ 3 ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ കബറിൽ, അതാണ് വീതി കൂടിയ കബർ, ഹംസ റളിയല്ലാഹുവിൻ്റെ അതേ കബർ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയോ? ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ കുറിച്ച് പറയില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ആരാന്നറിയോ? ഹംസ റളിയല്ലാഹുവിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. ഹംസ റളിയല്ലാഹുവിൻ്റെ പെങ്ങളുടെ മകനാണ്. എന്ന് പറഞ്ഞാൽ നബിൻ്റെ അമ്മായിൻ്റെ കുട്ടി. ഒന്ന് നബിൻ്റെ എളാപ്പി, മറ്റേ നബിൻ്റെ അമ്മായിൻ്റെ കുട്ടി. അവരൊക്കെ മഹാധീരന്മാരാണ്. ലോക ചരിത്രത്തിൽ അവർക്ക് പകരം വെക്കാൻ വേറെ ആളുകളില്ല. ഈ അബ്ദുല്ലാഹ് ജേഷ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു കൂടി പറയട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറയുന്നത്, സഅദും അബ്ദുല്ലാഹ് ജേഷും ഭയങ്കര ആത്മസുഹൃത്തുക്കളായിരുന്നു എന്നാണ്. അപ്പോൾ യുദ്ധം ഇവിടെ ഇങ്ങനെ നടക്കാൻ ഒരുങ്ങുമ്പോഴേ യുദ്ധത്തിന് ഒരുങ്ങാണ്. ഈ സമയത്ത് ഓരോരുത്തരും ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കും.
അപ്പോൾ സയ്യിദ് പറയാം, ഞാനും അബ്ദുല്ലാഹിബ്നു ജഹ്ഷും ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ എൻ്റെ കൂടെയാണ് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധം തുടങ്ങാൻ പോവല്ലേ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സയ്യിദ് പ്രാർത്ഥിക്കാണ്, അള്ളാഹുവേ യുദ്ധത്തിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണം, ഞങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കണം, ഞങ്ങളെ പരാജയപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് സയ്യിദ് റളിയല്ലാഹു പ്രാർത്ഥിക്കാണ്. ഈ സമയത്ത് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് പ്രാർത്ഥിക്കുന്നതല്ലോ, അത് പിന്നെ സയ്യിദ് റളിയല്ലാഹു പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് പ്രാർത്ഥിക്കുന്നതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവേ എനിക്ക് ഈ യുദ്ധത്തിൽ 2 ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനുള്ള ആകെ 2 കാര്യങ്ങൾ മാത്രമാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. ആ 2 കാര്യങ്ങളിൽ ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ യുദ്ധത്തിൽ എന്നെ നീ രക്തസാക്ഷിയാക്കണം എന്ന് പറഞ്ഞാൽ, എന്നെ നീ രക്തസാക്ഷിയാക്കുമ്പം ഏറ്റവും മല്ലനും ഏറ്റവും ക്രൂരനും ഒരു കാരുണ്യവുമില്ലാത്ത ഒരു എതിരാളിയുമാണ് എനിക്ക് കിട്ടാൻ. എന്നോട് ഒരു ദയയില്ലാത്തൊരു മനുഷ്യനെ കിട്ടണം എനിക്ക്. എന്നിട്ട് അയാളുടെ വെട്ടേറ്റ് ഞാൻ മരിക്കണം. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് ഒരു കാരുണ്യമില്ലാത്ത ആളാണ്, ഒരു മര്യാദയില്ലാത്ത ആളെയാണ് കിട്ടേണ്ടത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം, മൂക്ക് ചെത്തിയെടുക്കണം, ചെവി അരിഞ്ഞെടുക്കണം, വയറ് കീറിപ്പൊളിക്കണം, അങ്ങനെ ശരീരമാസകലം വെട്ടി കീറി വികൃതമാക്കണം. അങ്ങനത്തെ ഒരു എതിരാളിനെ കിട്ടണം. അങ്ങനെ വേണം രക്തസാക്ഷി എന്ന് പറയുന്നത്, അതിഭീകരമായ രക്തസാക്ഷ്യം. അതാണ് എനിക്ക് വേണ്ടത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കോ? അപ്പോൾ എൻ്റെ ആഗ്രഹം എങ്ങനെയാണ്? ഇനി 2ാമത്തെ ആഗ്രഹം കേട്ടോളും. പിന്നെ 2ാമത് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നാളെ പടച്ചവനെ അങ്ങനെ ഞാൻ നിൻ്റെ മുന്നിൽ വരും. രക്തസാക്ഷികൾ എങ്ങനെ വരിക? എങ്ങനെയാണോ വീണത് അങ്ങനെ വരുന്നല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ കേട്ടില്ല നിങ്ങൾ? ഇവിടെ അവർ മരിച്ചു വീണ അതേ രീതിയിലാണ് വരിക എന്നാ. അപ്പം ഞാൻ അങ്ങനെ നിൻ്റെ മുന്നിൽ ഞാൻ വരും. അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് കണ്ണുണ്ടാവില്ല, കാതുണ്ടാവില്ല, മൂക്കുണ്ടാവില്ല, വയറൊക്കെ കീറി പൊളിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ മാഷറിൽ നിൻ്റെ മുന്നിൽ വരൂലേ? അപ്പോൾ പറയണേ അബ്ദുല്ലാഹിബ്നു, അങ്ങനെ ഞാൻ നിൻ്റെ മുന്നിൽ വരുമ്പോഴേ ഈ ജനകോടികളെല്ലാം കേൾക്കേ, അള്ളാഹുവേ നീ നിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എന്നോട് നീ ചോദിക്കണം, അബ്ദുള്ള നിന്റെ കണ്ണെവിടെ, അബ്ദുള്ള നിന്റെ മൂക്കെവിടെ, അബ്ദുള്ള നിന്റെ ചെവി എവിടെ എന്നൊക്കെ നീ ഇങ്ങനെ ചോദിക്കണം. എല്ലാവരും കേൾക്കാൻ അന്ന് ചോദിക്കണം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ എല്ലാവരും കേൾക്കാൻ ഞാൻ മറുപടി പറയും, യാ റബ്ബി ഫീക്ക, യാ റബ്ബി ഫീക്ക. വളരെ പ്രസിദ്ധമാണ് ആ വാക്ക്. കണ്ണെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, കണ്ണൊക്കെ പടച്ചോനെ ഞാൻ നിനക്ക് തന്നതാണ്. മൂക്കെവിടെ? അതൊക്കെ ഞാൻ നിനക്ക് തന്നു. ചെവി എവിടെ? അതൊക്കെ ഞാൻ ഉഹുദിൽ നിനക്ക് തന്നതല്ലേ? അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ അത് നിനക്ക് തന്നു, അത് നിനക്ക് തന്നു, അത് നിനക്ക് തന്നു എന്ന് ഞാനിങ്ങനെ പറയും. ഇങ്ങനെ 2 ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ. ഇതൊക്കെ ഉണ്ടാവണം കേട്ടോ. ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന. ഇപ്പോൾ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറയാ, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ തിരഞ്ഞ് നടക്കണം, അബ്ദുല്ലാഹിബ്നു ജഹ്ഷിനെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ എവിടെയും കാണാനില്ല, അത് രക്തസാക്ഷിയായിരുന്നു ഉറപ്പായി. അങ്ങനെ ഞാൻ നടക്കുമ്പം അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ഒരു ഭാഗത്ത് വീണ് കിടക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പം അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് രക്തസാക്ഷിയായിരിക്കുന്നു. അദ്ദേഹത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല, ശരീരമാകെ വെട്ടിപ്പൊളിച്ച് വികൃതമാക്കി എല്ലാം കീറി മുറിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതൊക്കെ ഒരു മാലയിൽ കോർത്ത് ഒരു വൃക്ഷശിഖരത്തിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇതൊക്കെ പാടെ വെട്ടി പൊളിച്ചെടുത്താണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അബ്ദുല്ലാഹിബ്നു ജഹ്ഷിൻ്റെ 1ാമത്തെ പ്രാർത്ഥന അല്ലാഹ് കേട്ടുക്കുന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞിട്ട് സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറഞ്ഞത്, 1ാമത്തെ പ്രാർത്ഥന അല്ലാഹ് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് 2ാമത്തെ പ്രാർത്ഥന അല്ലാഹ് കേട്ടിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? 2ാമത്തെ പ്രാർത്ഥന എന്താ? നാളെ പരലോകത്തിൻ്റെ കൂട്ടുകാരൻ വരും. അന്ന് രാജസിംഹാസനത്തിലിരുന്ന് അള്ളാഹു ചോദിക്കും. അന്ന് എൻ്റെ കൂട്ടുകാരൻ അഭിമാനത്തോടെ മറുപടി പറയും, അള്ളാഹുവേ നിനക്ക് തന്നു, നിനക്ക് തന്നു. അങ്ങനെ ഒരു കാലം ഇനി വരാതിരിക്കുന്നുണ്ടെന്ന് ആര് പറയുമായിരുന്നു? ഞാനിതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴേ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മളെ എന്താണ് പ്രിയപ്പെട്ടവരെ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ആലോചിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. ഏതായിരുന്നാലും അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ഹംസ റളിയല്ലാഹു ഒരു ഖബറിൽ, പിന്നെ തൊട്ടടുത്ത ഖബറിൽ ഒരു സഹാബി മാത്രമേ ഉള്ളൂ. ആ സഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കേട്ടോ. മിസ്അബ് ഞാൻ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് തോന്നുന്നു അമീറന്മാരെ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ടോ? ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ, അവിടുന്ന് തുടങ്ങാം, ഉഹുദ് യുദ്ധത്തിലും മുസ്ലിങ്ങളുടെ പതാക വാഹകനാണ് മിസ്അബ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേകത എന്താണ്. ഈ പതാകയും പിടിച്ച് മിസ്അബ് യുദ്ധം ചെയ്യുമ്പം ശത്രുക്കൾ മിസ്അബിൻ്റെ വലത് കൈ വെട്ടി. ഈ പതാക വീഴ്ത്താനാണ്, ഇസ്ലാമിൻ്റെ പതാകയെ താഴെ വീഴ്ത്താൻ മിസ്അബിൻ്റെ വലത് കരം ഛേദിച്ചു. വലത് കരം ഛേദിച്ചപ്പോൾ മിസ്അബ് പതാക ഇടത്തെ കൈയിലേക്ക് പിടിച്ചു. വീഴാൻ സമ്മതിച്ചില്ല, ഇടത് കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ശത്രുക്കൾ ഇടത് കൈ വെട്ടി. അപ്പം മിസ്അബ് 2 കൈകൾ, ഈ മുറിഞ്ഞ 2 കൈകൾ കൊണ്ട് പതാക നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിച്ചു എന്നാണ്. ഇട്ട് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പം മിസ്അബ് റളിയല്ലാഹുവിന്റെ നെഞ്ചിലാണ് അടുത്ത കുത്ത്. ഈ നെഞ്ചിലുള്ള കുത്തേറ്റ് മിസ്അബ് റളിയല്ലാഹു വീണ് രക്തസാക്ഷിയായി കഴിഞ്ഞിട്ട് മിസ്അബ് റളിയല്ലാഹുവിനെ മറമാടാൻ വേണ്ടി ഖബറൊരുക്കി. അങ്ങനെ ഖബറിലേക്ക് മിസ്അബിനെ എടുത്തു വെക്കാൻ വേണ്ടി നോക്കുമ്പം മിസ്അബ് റളിയല്ലാഹുവിന്റെ ശരീരം മുഴുവനായി മറക്കാൻ പറ്റുന്ന വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ പുതപ്പ്, ചെറിയ വസ്ത്രമേ ഉള്ളൂ. ഈ പുതപ്പ് തലഭാഗത്തേക്ക് വലിക്കുമ്പം മിസ്അബിന്റെ കാലൊക്കെ പുറത്താവും, കാൽ ഭാഗത്തേക്ക് വലിക്കുമ്പോൾ മിസ്അബ് റളിയല്ലാഹുവിന്റെ തല പുറത്താവും. തികയുന്നില്ല. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയെ എല്ലാവർക്കും വസ്ത്രം തികയുന്നുണ്ട്, മിസ്അബിന് മാത്രം വസ്ത്രം തികയുന്നില്ല, ആകെ ഇത് മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യാം? അപ്പോൾ റസൂൽ പറഞ്ഞു, പുല്ല് വെട്ടിക്കൊണ്ടുവരാൻ. നിങ്ങൾ ആ നദീൻ്റെ പക്കത്ത് കൂടെ വന്ന്, അവിടെ നദി ഉണ്ടല്ലോ, ഒരു അരുവി,
അതിൽ ധാരാളം പച്ച പുല്ലുകളുണ്ട്. ആ പുല്ലുകൾക്കാണ് ഇദ്ഖിർ പുല്ല് എന്ന് പറയാം. ആ പുല്ല് ഇദ്ഖിർ പുല്ല് വെട്ടി വരി എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബാക്കളൊക്കെ പോയിട്ട് ആ പുല്ലൊക്കെ ആ നദിയിൽ ഇറങ്ങി പുല്ലൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, മിസ്സബ് കിടക്കാണ്, മിസ്സബിന്റെ ആ പുതപ്പ് തലഭാഗത്തേക്ക് വലിക്കി. അപ്പൊ കാല് പുറത്താണ്, കാൽ ഭാഗത്തൊക്കെ പുല്ല് കൊണ്ട് കെട്ടിക്കോളും. അങ്ങനെ പുല്ലും പുതപ്പുമായി മക്കയുടെ രാജകുമാരൻ മിസ്സബ് റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇറങ്ങാൻ. റസൂല് മിസ്സബ് ഇങ്ങനെ ഖബറിൽ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങി കരയാൻ തുടങ്ങി. റസൂൽ മിസ്സബിനെ നോക്കി പറഞ്ഞു, മിസ്അബേ, മക്കയിൽ വെച്ച് ഞാൻ നിന്നെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നീ ധരിക്കുന്ന അത്രയും വിലപിടിപ്പുള്ള വസ്ത്രം ഈ ലോകത്തൊരു മനുഷ്യനും ധരിക്കാറുണ്ടായിരുന്നു. അറിയോ മിസ്സബിന്റെ ചരിത്രം? നിന്റെ തലമുടിയോളം മനോഹരമായ തലമുടി ലോകത്തൊരു ചെറുപ്പക്കാരനും മിസ്സബെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മക്കയിൽ സുഖലോലുപനായി ജീവിച്ചിരുന്ന നീ ഇന്നിപ്പോൾ അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിന്റെ ശരീരം മുഴുവനായി മറക്കാൻ ഒരു വസ്ത്രം പോലും മിസ്സബെ എന്തേ ഈ ലോകത്ത് നീ ബാക്കി വെക്കാതെ പോയത് എന്ന് പറഞ്ഞ റസൂല് കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര വസ്ത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് എത്ര വസ്ത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളെവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു, ഇതൊക്കെ ആലോചിക്കുന്നത് നല്ലതാട്ടോ. ഏതായിരുന്നാലും ഇവർ പോയ സ്വർഗ്ഗത്തേക്ക് തന്നെ നമുക്കും പോകേണ്ടത്. നമുക്കായിട്ട് അല്ല വേറെ സ്വർഗ്ഗമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ സ്വർഗ്ഗത്ത് പോകാൻ നമ്മുടെ നിസ്കാരം നോമ്പ് മാത്രം മതിയോ എന്ന് നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ ഇസ്ലാമിക പ്രവർത്തകരും പടയാളികളുമായി മാറാനുള്ള പ്രചോദനമാണ് ഉഹദ് യുദ്ധഭൂമി നമുക്ക് നൽകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലാണ്, അവർക്കൊക്കെ സലാം പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നേരെ നമ്മൾ വാഹനത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.